ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നത് എങ്ങനെ? ഇറച്ചി 1 കിലോ, വെളുത്തുള്ളി ചതച്ചത് 1/2 ടേബിൾ സ്പൂൺ, ഇഞ്ചി ചതച്ചത് 1/2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 3/4 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, ജീരകം പൊടിച്ചത് 3/4 ടീസ്പൂൺ, ഉപ്പ് പാകത്തിന്. മുകളിൽ പറഞ്ഞ എല്ലാ ചേരുവകളും ഇറച്ചിയുമായി നന്നായി മിക്സ് ചെയ്ത് 15 മിനിറ്റ് നേരം മാറ്റിവെക്കുക. മുളക് പൊടി 3/4 ടേബിൾ സ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1/2 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 3/4 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, കറിവേപ്പില 2 തണ്ട്, എണ്ണ വറുക്കാൻ ആവശ്യമുള്ള അത്രയും, ഉപ്പ് പാകത്തിന്. ഇറച്ചിയുമായി നന്നായി മിക്സ് ചെയ്ത് 15 മിനിറ്റ് നേരം വെച്ചവ എല്ലാം ചേർത്ത് കുക്കറിൽ വെച്ചോ അല്ലാതെയോ വേവിക്കുക. ഇറച്ചിയിൽ നിന്ന് ആവശ്യത്തിന് വെള്ളം ഊറി വരും എന്നുള്ളതിനാൽ വേവിക്കാൻ വെള്ളം ഉപയോഗിക്കേണ്ടതില്ല. മുഴുവനായി വേകുന്നതിന് മുമ്പേ ഇറക്കി വെക്കുക. കുക്കറിൽ ആണ് വെക്കുന്നതെങ്കിൽ 2-3 വിസിൽ കേട്ടാൽ ഇറക്കി വെക്കാവുന്നതാണ്. പിന്നീട് ഇറച്ചി വെന്ത വെള്ളം മറ്റൊരു കപ്പിലേക്ക് മാറ്റുക. ഇനി അടുപ്പിൽ മറ്റൊരു പാത്രം വെച്ച് ചൂടാകുമ്പോൾ മാറ്റി വെച്ചിരിക്കുന്ന ഇറച്ചി വെന്ത വെള്ളത്തിൽ നിന്നും 3/4 കപ്പ് വെള്ളം ഒഴിക്കുക. മുളക് പൊടി 3/4 ടേബിൾ സ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1/2 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 3/4 ടീസ്പൂൺ ഇവ കൂടി ചേർത്ത് നന്നായി ഇളക്കി തിളപ്പിക്കുക. തിളയ്ക്കുമ്പോൾ വേവിച്ച ഇറച്ചിയിട്ട് നന്നായി മിക്സ് ചെയ്യുക. വേവാൻ ആവശ്യമെങ്കിൽ മാത്രം ഇറച്ചി വെന്ത വെള്ളം കുറച്ചുകൂടി ചേർക്കാം. അധികമാകരുത്. ഉപ്പ് കുറവാണെങ്കിൽ ഇപ്പോൾ ചേർക്കാവുന്നതാണ്. നന്നായി വരണ്ട് വരുമ്പോൾ ഗരം മസാല ചേർത്തിളക്കി 2 മിനിറ്റ് കൂടി അടുപ്പിൽ വയ്ക്കുക. ഇനി ഫ്രൈയിങ് പാൻ അടുപ്പിൽ വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. വരട്ടി വെച്ച ഇറച്ചി അതിൽ വറുത്ത് കോരുക. പിന്നീട് ഇതേ എണ്ണയിൽ തന്നെ കറിവേപ്പില വറുത്തെടുത്ത് അലങ്കരിച്ച് വിളമ്പാവുന്നതാണ്. നിങ്ങൾ ബീഫ് ഫ്രൈ ഉണ്ടാക്കി